കഴിഞ്ഞ ദിവസം ബംഗളൂരു ഫ്രീഡം പാർക്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടുക, ഭരണഘടന സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ ചില കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പൊതുയോഗം നടന്നിരുന്നു. ആ യോഗത്തിലേക്ക് AIMIMന്റെ അതായത് മജ്ലിസുൽ ഇത്തിഹാദുൽ മുസ്ലിമിന്റെ തലവൻ അസദുദ്ദീൻ ഒവൈസിയെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിക്കുകയും പ്രസംഗത്തിന് ശേഷം നടന്നു നീങ്ങവേ ഒരു പെൺകുട്ടി വേദിയിൽ കയറുന്നു. പെൺകുട്ടിയുടെ പേര് അമുല്യ എന്നാണ്. പെൺകുട്ടി ഉടൻ തന്നെ മൈക്കെടുത്ത് പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്നു. വേദിയിലുള്ളവരൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. അസദുദ്ദീൻ ഒവൈസി ഉടൻ തന്നെ കടന്നു വന്ന് പെൺകുട്ടിയിൽ നിന്ന് മൈക്ക് വാങ്ങുന്നു. പക്ഷേ പെൺകുട്ടി മൈക്ക് നൽകാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യവും ഒവൈസി ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. ഒവൈസിയുടെ കൂടെയുള്ള ആളുകൾ ആ പെൺകുട്ടിയിൽ നിന്ന് ബലമായി മൈക്ക് വാങ്ങാൻ ശ്രമിക്കുന്നു. ആ ദൃശ്യം ആദ്യം നമുക്ക് കാണാം. ആ പെൺകുട്ടി പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അവിടെ നിന്ന് വിളിച്ചപ്പോൾ വിവാദ നായകനായി മാറിയത് ഒവൈസിയാണ്. ആ പെൺകുട്ടി വിളിച്ച സമയത്ത് അത് ശരിയല്ല എന്ന് പറയുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ വിളിച്ച ഈ വേദിയിലേക്ക് തന്നെ ക്ഷണിക്കരുതായിരുന്നു എന്ന് പോലും തുറന്നടിച്ചു പറഞ്ഞ ഒവൈസിയെയാണ് സംഘപരിവാർ വേട്ടയാടുന്നുള്ളത്. രാജ്യത്തെ മുസ്ലിങ്ങളുടെ ശബ്ദം, അടിച്ചമർത്തപ്പെടുന്ന ദലിത് പിന്നോക്ക വിഭാഗക്കാരുടെ ശബ്ദമായ ഒവൈസിയുടെ ഇതുപോലെയുള്ള ഒരവസ്ഥ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു സംഘപരിവാർ. ഒവൈസിയുള്ള ഒരു വേദിയിൽ ഇതുപോലെയുള്ള ഒരു മുദ്രാവാക്യം കാത്തുനിന്ന സംഘപരിവാർ പ്രവർത്തകർക്ക് ഇതൊരു വലിയ കോളായി മാറിയിരുന്നു. ഒടുവിൽ അമുല്യക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. ആ പെൺകുട്ടി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പക്ഷേ അതല്ല ഇവിടെ വിഷയം. മറിച്ച് ആ പെൺകുട്ടി എവിടെ നിന്നാണ് വന്നത്? ആ പെൺകുട്ടിയെ വേദിയിൽ കയറ്റിയത് ആരാണ്? ആ പെൺകുട്ടിക്ക് എന്ത് റോളാണ് ഈ വിഷയത്തിൽ ഉള്ളത്? ആ പെൺകുട്ടി ആരുടെ ഗൂഢാലോചന പ്രകാരമാണ് ആ വേദിയിലെത്തിയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരമാണ് നമുക്ക് ലഭിക്കുക? നമുക്കൊന്ന് ഷാഹിൻ ബാഗിലേക്ക് കണ്ണോടിച്ച് നോക്കിയാലോ? ഷാഹിൻ ബാഗിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയെ പിടികൂടിയത് ഓർമ്മയുണ്ടോ? മാധ്യമപ്രവർത്തക എന്ന് പറയുമ്പോൾ അവർ അവകാശപ്പെടുന്നതാണ്. ആ ആളെ ഏത് രീതിയിലാണ് പിടികൂടിയത്? ബുർക്ക ധരിച്ച് ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർക്കിടയിൽ ഒളിഞ്ഞിരിക്കുകയും അവരുടെ ദൃശ്യം പകർത്തുകയും ചെയ്ത BJPയുടെ IT സെല്ലിൻ്റെ ഒത്താശയോടുകൂടി അവിടെ എത്തിയ ഒരു യുവതിയെ പിടികൂടിയ വിഷയം നമ്മളൊക്കെ കണ്ടതാണ്. എന്താണ് അതിലൂടെ ലക്ഷ്യം വെച്ചത്? ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം ഉയർന്നു വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റും, ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർ പാകിസ്ഥാൻകാരാണ്, പാകിസ്ഥാന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നവരാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ഈ യുവതി അവിടെ നിന്ന് ക്രമക്കേടിലൂടെ പുറത്തുവിട്ടേക്കാം.
അപ്പോൾ ഇതുപോലെയുള്ള ഒരു നീക്കം സംഘപരിവാർ എല്ലായിടത്തും നടത്തുകയാണ്. നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ ഇതുപോലെയുള്ള ഒരു മുദ്രാവാക്യം ഉയർന്നു കഴിഞ്ഞാൽ BJPയും സംഘപരിവാരും അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആ സംഘാടകരെയും അതുപോലെ തന്നെ ആ പ്രതിഷേധം നടത്തിയവരെയും അകത്തിടാൻ അവർ ഇതിനെ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനാൽ തന്നെ ജാഗ്രത നമ്മൾ കൂടുതൽ പാലിക്കുക. നമ്മുടെ പരിപാടികളിലേക്ക് എത്തുന്നവർ, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് എത്തുന്നവർ ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സംഘാടകർ തയ്യാറാവണം. സംഘാടകർ വേദിയിലേക്ക് ആര് കയറി വന്നു കഴിഞ്ഞാലും അയാളെ തിരിച്ചറിയാതെ മൈക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗളൂരുവിലെ ഈ സംഭവം. എന്തായാലും എല്ലാ കാര്യങ്ങളും വ്യക്തമായി തിരിച്ചറിഞ്ഞ സമര പ്രതിഷേധ രംഗത്തിറങ്ങുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.